ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുട്ടിയുടുപ്പിൻ്റെ അളവുകൾ എങ്ങനെ മാർക്ക് ചെയ്യാമെന്നാണ്. ലെങ്ത് 0 to 1, അതായത് ഇറക്കം +1, അതായത് ലെങ്ത് വന്നേക്കുന്ന 12 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യത്തും കൂടെ ഇട്ട് നമ്മൾ 13 ഇഞ്ച് തുണിയിൽ മാർക്ക് ചെയ്യണം. നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ വരെ, അതായത് 12 + 1 13 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അടുത്തത് നമ്മൾ ചെസ്റ്റാണ് അളക്കുന്നത്. ചെസ്റ്റ് എന്ന് പറയുന്നത് 18 അതിൻ്റെ കൂടെ 2 ഇഞ്ച് പടിക്കൂടെ വേണം, അതായത് ബാക്കിലെ പടി. അപ്പം 18 + 2 20 ഇഞ്ച് നമ്മൾ വീതി എടുക്കണം, അതായത് ചെസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ചെസ്റ്റ് അളക്കുക. നമ്മൾ മാർക്ക് ചെയ്തു, 20 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മളിവിടെ ലെങ്തും താഴെ നമ്മൾ മുമ്പേ 13 ഇഞ്ച് അളന്നിട്ടുണ്ട്. അതേ സെയിം ആണ് ഇവിടെ നിന്നും ഉള്ള ലെങ്ത് 13 ഇഞ്ച് തന്നെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യണം. കുട്ടിയുടുപ്പിനായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആദ്യമേ അളവ്, അതായത് നീളവും വീതിയും മാത്രം എടുത്ത് തുണി അങ്ങ് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് ബാക്കിയുള്ള അളവുകൾ, അതായത് തുണിയെ പിന്നെ 4ആയിട്ട് മടക്കിയിട്ട് പിന്നാണ് ബാക്കിയുള്ള നമ്മുടെ കഴുത്തകലവും കൈക്കുഴിയും ഒക്കെ ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ അളക്കുന്നത്. അപ്പോൾ താഴെ നമ്മളതുപോലെ 20 ഇഞ്ച് അളക്കുക. താഴെ നമ്മൾ 20 ഇഞ്ച് അളന്ന്, അപ്പോൾ നീളം പിന്നെ 12 + 1 13 ഇഞ്ച്, വീതി എന്ന് പറയുന്നത് അതായത് ചെസ്റ്റ് 18ൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ പടിക്കൂടെ ഇട്ടിട്ട് 20. അപ്പോൾ മുകളിൽ 20 താഴെ 20. നീളം എന്ന് പറയുന്നത് 13, ഈ സൈഡും 13. അതാണ് 0 to 1. 0 to 1 ആണ് ലെങ്ത്, അത് 12 + 1. പിന്നെ 2 to 3 എന്ന് പറയുന്നതാണ് നമ്മുടെ, അതും ലെങ്താണ്. 0 to 2 ചെസ്റ്റ്. ആ ചെസ്റ്റ് എന്ന് പറയുന്നത് 18ൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി ഇട്ടാണ് 20 ഇഞ്ച് വന്നേക്കുന്നത്. ഈ കാണിച്ചേക്കുന്ന അളവെന്ന് പറഞ്ഞാൽ നമ്മൾ തുണിയെ 4ആയി മടക്കിയതിന് ശേഷമുള്ള ഒരു പാറ്റേണാണ്. അത് ഞാനിപ്പം ഇത് കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. നമ്മൾ അളവുകൾ മാർക്ക് ചെയ്തിട്ട് നമുക്കതിനെ ഒന്ന് ജസ്റ്റ് തുണിയിലൊന്ന് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് സ്കെയിലോ എല്ലാം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ നീളവും വീതിക്കകത്ത് വ്യത്യാസം വരത്തില്ല. അപ്പോൾ അതിനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. അത്രയും, അതായത് ആ നീളവും വീതിയും വരത്തക്ക രീതിയിൽ അതിനെ ആദ്യം, കുട്ടിയുടുപ്പിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ളതിനൊന്നും നമ്മളിങ്ങനെയല്ല ചെയ്യുന്നത്. തുണിയെ മടക്കിയിട്ട് അങ്ങ് അളവെടുത്ത് കട്ട് ചെയ്യുക. കുട്ടിയുടുപ്പായതുകൊണ്ട് മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്യുക. അതിന് ശേഷം നമ്മളിതിനെ കട്ട് ചെയ്യുക. ഇങ്ങനെ അളന്ന് നമ്മൾ ഇങ്ങനെ തുണി കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ തുണിയും വേസ്റ്റ് ആവത്തില്ല. ഇതപ്പോൾ ഒരു സൈഡിൽ നിന്നല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് വേണേൽ അടുത്ത ഉടുപ്പ് തയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും കട്ട് ചെയ്തു. അത്രയും ഒരു പീസ്, അതായത് നീളവും വീതിയും നമുക്ക് കിട്ടി. ബാക്കി അളവുകൾ നമ്മൾ ഇതിനെ മടക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അത് ഞാൻ കാണിച്ചു തരാം. മടക്കുക, മടക്കിയിട്ട്, അതായത് വീതിയാണ് നമ്മൾ 2ആയിട്ട് മടക്കുന്നത്. താഴോട്ടാണ് എപ്പോഴും ഇറക്കം വരുന്നത്. ഇതിനെ മടക്കിയിട്ട് നമ്മൾക്ക് പടി മാർക്ക് ചെയ്യണം. നമ്മൾ ചെസ്റ്റിനൂടെ എക്സ്ട്രാ 2 ഇഞ്ച് പടിക്കെടുത്തില്ലേ, അതപ്പോൾ നമ്മൾ അതായത് ഓപ്പൺ വരുന്ന ഭാഗത്തു നിന്നാണ് എപ്പോഴും നമ്മൾ പടിക്കെടുക്കേണ്ടത്. അപ്പം ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇങ്ങനെ താഴോട്ട് ടേപ്പ് വെച്ച് തന്നെ അളന്ന് പോകണം, അല്ലെങ്കിൽ അളവിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ 1 ഇഞ്ച് പടി എന്ന് പറയുമ്പോൾ മുകളിൽ 1 ഇഞ്ചുണ്ട്, താഴെയും 1 ഇഞ്ചുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഓപ്പൺ ഭാഗത്ത് എപ്പോഴും പടിക്ക് അളക്കാവും. എന്നിട്ട് ആ പടിയെ നമ്മൾ മടക്കുക, അകത്തോട്ട് മടക്കുക.
അപ്പോൾ ഈ തുണിയെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ്. അപ്പോൾ അതിനെ ഒന്നും കൂടി മടക്കണം, എങ്കിലേ നമുക്ക് ചെസ്റ്റിൻ്റെ 4 എടുക്കാൻ പറ്റത്തുള്ളൂ. ഏത് തുണിയും നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്യുമ്പോഴും തുണിയെ എപ്പോഴും 4 മടക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ തുണിയെ ഈ മടക്കു ഭാഗത്തു നിന്ന് ഇങ്ങോട്ട്, അതായത് അതും ആ വീതിയാണ്, ഒന്നും കൂടി മടക്കുക. അപ്പം തുണി 4 മടങ്ങി. ഇതുണ്ടോ, 1 2 3 4, ഇത്രയുമാണ് നമ്മൾ ചെസ്സിനെ 4 മടക്കി. അപ്പോൾ തുണിയെ 4 മടക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ആ നീളവും വീതിയെല്ലാം കറക്റ്റായി. ഇനി എന്നിട്ട് ബാക്കിയുള്ള അളവുകൾ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യുക. 0 to 4.5 ഇഞ്ചാണ്. 4.5 ഇഞ്ചിൻ്റെ പകുതി 2.25 ഇഞ്ചാണ്. അതാണ് 0.4. ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടി 4ൽ നിന്നും 5ലേക്ക് 1 ഇഞ്ചും 4ൽ നിന്ന് 6ലേക്ക് 1 ഇഞ്ചും എടുക്കുക. സെൻറ്ററിൽ നിന്ന്, അതായത് 4 to 5ലേക്ക് 1 ഇഞ്ചും 4 to 6ലേക്കും 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് കൈക്കുഴി മാർക്ക് ചെയ്യാൻ വേണ്ടി 2ൽ നിന്ന് 3 ഇഞ്ച് 7ലേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ 2ൽ നിന്ന് 3 ഇഞ്ച് ഇത് നമുക്ക് കൈക്കുഴി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കൈക്കുഴി ഷേപ്പ് നല്ല കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ കൈക്കുഴിക്കൊരു ഷേപ്പ് വരത്തില്ല. ഷേപ്പൊക്കെ നിങ്ങളുടെ കുറേ പേപ്പറിലൊക്കെ വരച്ച് പഠിക്കണം. നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 0ൽ നിന്ന് 2 ഇഞ്ച് ബാക്ക് നെക്ക് 8ലേക്ക് മാർക്ക് ചെയ്യുക. 0ൽ നിന്ന് 9ലേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് 0ൽ നിന്ന് 8ലേക്ക് ബാക്ക് നെക്ക് 2 ഇഞ്ച്, 0ൽ നിന്ന് 8ലേക്ക് 2 ഇഞ്ച് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് 0ൽ നിന്ന് 9ലേക്ക് 2.5 ഇഞ്ചും മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ഷേപ്പ് കൊടുക്കാം. നമുക്ക് നെക്ക് ഷേപ്പ് ചെയ്യാം. അത് 8ൽ നിന്ന് 5ലേക്ക് ബാക്ക് നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഫ്രണ്ട് നെക്ക് 9ൽ നിന്ന് 5ലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട് നെക്ക്. അടുത്തത് ഷോൾഡർ ഷേപ്പ് 6ൽ നിന്ന് 1/4 ഇഞ്ച് 10ലേക്ക് മാർക്ക് ചെയ്യുക. 6ൽ നിന്ന് 10ലേക്ക് 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് 10ൽ നിന്ന് 5ലേക്ക് അത് ചരിച്ചൊരു ഷേപ്പ് കൊടുക്കുക. 10ൽ നിന്ന് ഈ 5ലേക്ക് ചരിച്ചൊരു ഷേപ്പ് കൊടുക്കുക. കുട്ടിയുടുപ്പിൻ്റെ അളവുകൾ ഇത്രയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. കട്ടിങ് അടുത്ത വീഡിയോയിൽ കാണിക്കാം.